നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സദാചാര ഗുണ്ടായിസം ഇത് പലപ്പോഴായിട്ട് കേൾവിയുള്ള വാക്കാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് കണ്ണൂർ കായലോട് യുവതി ജീവനൊടുക്കിയത്. വളരെ നടുക്കത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നത്. ഇത്തരത്തിൽ ചിലപ്പോൾ പുറത്തു വരാത്ത ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നതും ഉണ്ടാകാം. പലപ്പോഴും ഇത്തരത്തിലുള്ള സദാചാര ഗുണ്ടായിസത്തിന്റെ വീഡിയോകൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. രണ്ട് പേർ, അതായത് ഒരു ആണും പെണ്ണും എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചാൽ അതിനെ എപ്പോഴും മറ്റൊരു രീതിയിൽ നോക്കിക്കാണുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഇവർ വലിയ രീതിയിൽ അങ്ങ് സദാചാര ഗുണ്ടായിസം ചമയുന്നതും നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ വാർത്തയുടെ അപ്ഡേഷൻ പുറത്തു വരുമ്പോൾ ഈ ഒരു യുവതിയെ ആദ്യം ഒരു യുവാവുമായി ബന്ധപ്പെടുത്തി വളരെ മോശമായി ചിത്രീകരിച്ച 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് വന്ന് ഹാജരായിരിക്കുകയാണ്. പിണറായി പോലീസ് സ്റ്റേഷനിലാണ് റഹീസ് എന്ന് പറയുന്ന യുവാവ് ഹാജരായിരിക്കുന്നത്. 3 SDPI പ്രവർത്തകർ അറസ്റ്റിലായ കേസിൽ ഇയാളുടെ മൊഴി ഇനി നിർണായകമാകും. റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ റഹീസിനെതിരെ യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല. അതായത് ഈ ആൺ സുഹൃത്തിനെതിരെ മോശമായുള്ള രീതിയിൽ യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല. അതേസമയം യുവതിയുടെ കുടുംബം ഉന്നയിച്ച ആരോപണം ഗൗരവമുള്ളതാണ് താനും. ഇക്കാര്യത്തിലടക്കം കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരും. ഈ ആരോപണത്തിലെ വസ്തുത തേടിയും റഹീസിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കും. യുവതിയുമായി 3.5 വർഷത്തെ പരിചയമാണ്, സോഷ്യൽ മീഡിയ വഴിയുള്ള പരിചയമാണ്. അതിനുശേഷം ഈ പറയുന്ന സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ യുവതിയുടെ കുടുംബം ഉന്നയിക്കുന്നത് പോലെ ശാരീരികമായിട്ടുള്ള ചൂഷണമൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നാണ് യുവാവ് പറഞ്ഞിരിക്കുന്നത്. അത് കുടുംബത്തിന്റെ ആരോപണത്തിനുള്ള മറുപടിയാണ്. കാരണം ഈ യുവതി മാനസികമായിട്ടുള്ള സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ യുവാവുമായി ബന്ധപ്പെടുത്തി വളരെ മോശമായുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും അതിനെ തുടർന്ന് ചോദ്യം ചെയ്യലിന് ഇടയാവുകയൊക്കെ തന്നെ ചെയ്തതോടു കൂടിയിട്ടാണ് യുവതി അത് താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പിന്നാലെ തന്നെയാണ് വീട്ടുകാർ യുവാവിനെതിരെ ഇപ്പോൾ മൊഴി കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നത്, അല്ലെങ്കിൽ പരാതിയുമായി രംഗത്ത് വരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ കേസിൽ യുവാവ് നേരിട്ട് ഹാജരായിരിക്കുകയാണ്. ഇനി യുവാവിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കും. ഇപ്പോൾ ഈ ഒരു യുവതി അല്ലെങ്കിൽ യുവതി മരിക്കുന്നതിന് മുൻപ് എഴുതിയിട്ടുള്ള ആത്മഹത്യാ കുറിപ്പിൽ ഒന്നും തന്നെ ഈ യുവാവിനെ കുറിച്ചിട്ടുള്ള യാതൊരു തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ യുവാവിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് ആരൊക്കെയാണ് തന്റെ മരണത്തിന് കാരണം എന്നുള്ളതിനെ കുറിച്ചും യുവതി കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അന്വേഷണ സംഘം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ആത്മഹത്യ ചെയ്ത ആ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു യുവതിക്കാണ് ഇപ്പോൾ നഷ്ടം. അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബക്കാർക്കോ നാട് നന്നാക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഈ പറയുന്ന ചില കൂട്ടം ആളുകൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സുഹൃത്തിനൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ആ യുവതിക്ക് മാത്രമാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. റഹീസിനെതിരെ ഗുരുതരമായിട്ടുള്ള പരാതിയാണ് ഈ പറയുന്ന യുവതിയുടെ മാതാവ് അടക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. വിവാഹം വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന് പറയുന്നു. അതുപോലെ തന്നെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്ന് പറയുന്നു, ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ പറയുന്ന യുവതിയിൽ നിന്ന് 20 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും ഈ പറയുന്ന ആൺസുഹൃത്ത് റഹീസ് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് മാതാവ് ആരോപിക്കുന്നുണ്ട്. ഭർത്താവുമായി റസീന അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല. ഇതിനിടെയാണ് റഹീസുമായി അടുത്തത് വിവാഹ വാഗ്ദാനം നൽകി റസീനയെ ഇത്തരത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കിയെന്നും പീഡന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ തന്നെയാണ് യുവതിയുടെ വീട്ടുകാർ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇതോടെ ആത്മഹത്യ യുവതി ശ്രമിച്ചിരുന്നതായി മാതാവ് ആരോപിക്കുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഒരു ചോദ്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ യുവതിയും അതുപോലെ തന്നെ സുഹൃത്തായിട്ടും വഴിയിൽ നിന്ന് ഒരു കാറിലിരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് എത്തുകയും ഇവരെ രണ്ടുപേരെയും ബലമായി ഇവരുടെ കയ്യിലിരുന്ന ഫോൺ തട്ടിപ്പറിച്ചു. ഇവരെ ഈ പറയുന്ന ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് അവരെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഒരു സദാചാര പോലീസിങ് അവിടെ നടത്തുകയായിരുന്നു. എന്താണ് കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ അവരെ ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരെ വേറെ രീതിയിൽ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവിടെ ഒരു വിചാരണയാണ് നടന്നത്. ഇതിനുശേഷമാണ് യുവതിയുടെ വീട്ടുകാരെ വിളിച്ച് യുവതിയെ അവർക്കൊപ്പം പറഞ്ഞയച്ചു. പക്ഷേ യുവാവിനെ ഇവരെന്താണ് ചെയ്തത് എന്ന് അറിയില്ലായിരുന്നു. വീണ്ടും അവിടെ വിചാരണ നടന്നോ അല്ലെങ്കിൽ യുവാവിനെ അവർ മർദ്ദിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. പിന്നീടാണ് ഈ യുവതി വീട്ടിലേക്ക് പോവുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ അറസ്റ്റിലായ യുവാക്കളുടെ ഭീഷണിയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ജീവിക്കാനാകാത്ത സാഹചര്യമാണ്, തന്റെ മരണവുമായി തന്റെ സുഹൃത്തിന് ബന്ധമില്ലെന്നും യുവാക്കൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നും കുറിപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റിലായവർ നിരപരാധികളാണെന്നും പ്രശ്നക്കാരല്ലെന്നാണ് റസീനയുടെ ഉമ്മ ഫാത്തിമ പറഞ്ഞിരുന്നത്. യാതൊരു പ്രശ്നത്തിനും പോകാത്ത ചെറുപ്പക്കാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ പോലീസ് പറയുന്നതനുസരിച്ച് ചേരി കമ്പനിക്ക് സമീപം കൂത്തുപറമ്പ് പറമ്പായി
പ്രതികളായി റസീന, മൻസിലിൽ റസീനയും സുഹൃത്ത് റഹീസും സംസാരിച്ചു നിൽക്കുമ്പോൾ 3 ബൈക്കുകളിലായി എത്തിയ സംഘം ഭീഷണിപ്പെടുത്തി. സുഹൃത്തിന്റെ മൊബൈൽ പിടിച്ചെടുത്തു. ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെ സംബന്ധിച്ച് മോശമായി സംസാരിച്ചു. ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ആത്മഹത്യയെന്ന് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ടെന്നും DCP നിതിൻ രാജ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സംസാരിച്ചു നിൽക്കുമ്പോൾ യുവാക്കൾ ഇങ്ങോട്ട് വന്ന പ്രശ്നമുണ്ടാക്കുകയായിരുന്നെന്നും റഹീസിനെ സംഘം കൂട്ടിക്കൊണ്ടു പോയെന്നും റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ഭീഷണിപ്പെടുത്തിയ യുവാക്കളെ ചോദ്യം ചെയ്തു. ഭീഷണിക്ക് ആവശ്യമായ തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അറിയാനുള്ളത് കൂടുതൽ ആൾക്കാർക്ക് പങ്കുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനാൽ സംഭവ സ്ഥലത്തേക്ക് ആരൊക്കെ വന്നെന്ന് വിശദമായി അന്വേഷിക്കും. പ്രതികളിൽ ഒരാൾ യുവതിയുടെ ബന്ധുവാണ്. സുഹൃത്ത് കാരണമാണ് മരണമെന്ന് ആത്മഹത്യക്കുറിപ്പിലില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുവതിയുടെ വീട്ടുകാർ ഇപ്പോൾ ആരോപിച്ചു കൊണ്ടുവരുന്ന ഈ ലൈംഗിക ചൂഷണം നടത്തി, സാമ്പത്തിക ചൂഷണം നടത്തി എന്ന് പറയുന്ന വാദങ്ങളൊക്കെ തന്നെ എത്രത്തോളം നിലനിൽക്കും എന്നുള്ള കാര്യം അറിയില്ല. കാരണം യുവതി തന്നെ സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ മരണത്തിന് പിന്നിൽ ആരൊക്കെയാണ്, എന്താണ് കാരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനി പോലീസ് അടുത്തതായിട്ട് നീങ്ങാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി വ്യക്തത വരേണ്ടത്. ഏതായാലും യുവാവ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് സ്വമേധയാ കീഴടങ്ങിയിരിക്കുകയാണ്. യുവാവ് പോലീസിന് നൽകുന്ന മൊഴി ഈ കേസിൽ ഏറെ നിർണായകമാകും. നിലവിൽ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. നിലവിൽ പറമ്പായി സ്വദേശികളായ MC, മൻസിലിൻ VC മുബഷീർ, കണിയാന്റ് വളപ്പിൽ K ഫൈസൽ, കൂടത്താൻ ഹൗസിൽ VK റഫ്നാസ് എന്നിവരെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവർ SDPI പ്രവർത്തകരാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. റസീനയുടെ സുഹൃത്തായ യുവാവിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും ആരോപണമുണ്ട്. വിഷയത്തിൽ അറസ്റ്റിലായവർക്ക് രാഷ്ട്രീയ പിന്തുണയുമായി SDPI രംഗത്തുണ്ട്. കേസിൽ നിരപരാധികളെ അറസ്റ്റ് ചെയ്തെന്ന് ആരോപിച്ച് പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് SDPI മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അറസ്റ്റിലായവർ നിരപരാധികളാണെന്നാണ് SDPI പ്രവർത്തകർ ആരോപിക്കുന്നത്. മാതാവ് തന്നെ സത്യം വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് SDPI പ്രവർത്തകർക്കെതിരെ ചുമത്തിയ കള്ളക്കേസ് പിൻവലിക്കണമെന്നും SDPI കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടിപ്പറമ്പും ആവശ്യപ്പെട്ടിട്ടുണ്ട്.